അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. 5ാം ക്ലാസ് തജ്വീദ്. പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നും വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് സമയം കളയാതെ ചോദ്യങ്ങൾ വായിക്കാം. ഒന്നാമത്തെ സെക്ഷൻ, ശരിക്ക് ശരിയെന്ന് അടയാളം നൽകാം. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം എവിടെയായിരുന്നു എന്നതാണ്. ഉത്തരം ഹിറാ ഗുഹയിലാണ് അവതരണത്തിൻ്റെ തുടക്കമുണ്ടായത്. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിനെ അവതരിപ്പിച്ചത് എത്ര വർഷം കൊണ്ട് എന്നതാണ് ഉത്തരം എഴുതേണ്ടത്. 23 വർഷം. ഖുർആനിനെ അവതരിപ്പിച്ചത് 23 വർഷം കൊണ്ടാണ്. മൂന്നാമത്തെ ചോദ്യം, ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം. ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഉത്തരം 114 സൂറത്തുകൾ. നാലാമത്തത്, ഖുർആനിലെ മക്കിയായ സൂറത്തുകൾ എത്ര എണ്ണം എന്നടയാളപ്പെടുത്തണം. 86 എന്നതാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഖുർആൻ പാരായണ നിയമമാണ്. 3 ഓപ്ഷനുകളുണ്ട്. ഇൽമുൻ നഹ്വ്, ഇൽമു തജ്വീദ്, ഇൽമു തഹ്ഖീഖ്. ഉത്തരം ഇൽമു തജ്വീദാണ്. ഖുർആൻ പാരായണ നിയമമാണ് ഇൽമു തജ്വീദ്. രണ്ടാമത്തെ സെക്ഷൻ വായിക്കാം. യോജിപ്പിക്കാം എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ. നമ്മുടെ ചോദ്യപേപ്പറിൻ്റെ ഇടതുഭാഗത്തു തന്ന കോളത്തിൽ നിന്നാണ് എടുത്തെഴുതേണ്ടത്. ഒന്നാമത്തതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അൽ ഖുർആൻ. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ നിയമം പാലിച്ചു ഓതുന്നത് ഫർളു ഐനാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. മൂന്നാമത്തത്, അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യൽ. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുന്നതിന് തർത്തീൽ എന്നാണ് പറയുക. ഒന്നും കൂടി വായിക്കാം. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യലാണ് തർത്തീൽ. നാലാമത്തത്, മിതമായ വേഗത്തിൽ പാരായണം ചെയ്യൽ. മിതമായ വേഗത്തിൽ പാരായണം ചെയ്യൽ തദ്വീർ എന്നതാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതുന്നതാണ് തഹ്ഖീഖ്. അപ്പോൾ തഹ്ഖീഖ്, തദ്വീർ, തർത്തീൽ ഇവ 3 പരസ്പരം മാറിപ്പോകരുത്. ഒന്നുകൂടി വായിക്കാം. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യലാണ് തർത്തീൽ. മിതമായ വേഗതയിൽ പാരായണം ചെയ്യലാണ് തദ്വീർ. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതുന്നതാണ് തഹ്ഖീഖ്. നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. 3 വീതം എഴുതാം എന്നതാണ് മൂന്നാമത്തെ സെക്ഷൻ. അതിലൊരു ചോദ്യമാണുള്ളത് 6 മാർക്കിന്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ. നമ്മൾ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 എണ്ണമാണ് എഴുതേണ്ടത്. അത് പറയുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തേത്, ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ. 1. ഖിബിലയിലേക്ക് തിരിയുക. 2. സുഗന്ധം പൂശുക. 3. മിസ്വാക്ക് ചെയ്യുക. ഇവിടെ പറഞ്ഞത് 3 എണ്ണം എഴുതാനാണ്. അതുകൂടാതെ ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാലാമത്തെ സെക്ഷൻ, ഉത്തരം എഴുതാം. അതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൻ്റെ മറ്റൊരു പേരെന്ത്? ഖുർആനിൻ്റെ മറ്റൊരു പേരെന്ത്? ഫുർഖാനുൽ അളീം. ഫുർഖാനുൽ അളീം എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പേര്. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ശപിക്കും ആരെ? നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ ശപിക്കും. മൂന്നാമത്തത്, ഖുർആനിൽ സജദയുടെ ആയത്തുകൾ എത്തിയാൽ എന്തു ചെയ്യണം? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഖുർആനിൽ സജദയുടെ ആയത്തുകൾ എത്തിയാൽ എന്തു ചെയ്യണം? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. ഉത്തരം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. നാലാമത്തെ ചോദ്യം, ബിസ്മി ഓതാത്ത സൂറത്ത് ഏത്? ഉത്തരം സൂറത്ത് തൗബ. അഞ്ചാമത്തത്, ഖുർആൻ ഒരു അക്ഷരം ഓതിയാൽ എത്ര നന്മ പ്രതിഫലം കിട്ടും? ഖുർആൻ ഒരക്ഷരം ഓതിയാൽ എത്ര നന്മ പ്രതിഫലം കിട്ടും? 10
10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടും. ഖുർആൻ ഒരു അക്ഷരം ഓതിയാൽ 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടും. നമുക്ക് 5-ാമത്തെ സെക്ഷൻ നോക്കാം. വ്യക്തമാക്കാം എന്നതാണ് 5-ാമത്തെ സെക്ഷൻ. അതിലൊന്നാമത്തെ ചോദ്യം, മുസ്ഹഫ് എന്നാൽ എന്ത്? ഉത്തരം, വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതിനാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, തജ്വീദ് എന്നാൽ എന്ത്? ഉത്തരം, അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, സൂറത്തുൽ മക്കി എന്നാൽ എന്ത്? സൂറത്തുൽ മക്കി എന്നാൽ എന്ത്? നബി തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ് സൂറത്തു മക്കി എന്ന് പറയുന്നത്. 6-ാമത്തെ സെക്ഷൻ പൂർത്തിയാക്കാം എന്നതാണ്. 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഫഇദാ ഖറഅനാഹു ഖുർആനഹു എന്നതാണ് വിട്ടുപോയത്, അത് അവിടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ എന്തു പറയണം എന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്നവിടെയുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലുക. ഒന്നുകൂടി ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോൾ എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. ഇത്രയുമാണ് 5-ാം ക്ലാസ് തജ്വീദിൽ നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.